ഹായ് ഡിയേഴ്സ്, ഞാനിപ്പോൾ ഉള്ളത് ആലപ്പുഴയിലാണ്. ക്രിക്കറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ളൊരു വിഷയം പറയാനേ അല്ല വന്നിട്ടുള്ളത്. ആലപ്പുഴയിൽ വന്നപ്പോൾ ജസ്റ്റ് ഹൗസ് ബോട്ടിലാണ്. അപ്പോൾ ഹൗസ് ബോട്ടിൻ്റെ താമസിക്കുന്ന ഹൗസ് ബോട്ടിൻ്റെ ചെറിയ വിശേഷങ്ങളൊന്ന് കാണിക്കാമെന്ന് വെച്ചു. ഓക്കെ, ഹായ് ഡിയേഴ്സ്, ഇതാണ് നമ്മൾ താമസിച്ച ഹൗസ് ബോട്ട്. കായലിലൂടെ ഒരുപാട് സഞ്ചരിച്ചു. ഇനി കാണിക്കാൻ പോകുന്ന ഒരു വീടല്ല, റിസോർട്ട്. അത് നമ്മുടെ നടൻ ബിജു മേനോൻ്റെ റിസോർട്ടാണ്. തൊട്ടടുത്ത് സായിപ്പിൻ്റെ ഉടമസ്ഥതയിലുള്ള ഒരു റിസോർട്ട് കൂടിയുണ്ട്. ഇപ്പോൾ അത് പ്രവർത്തനരഹിതമാണ്. ഹൗസ് ബോട്ട് പോകാത്ത വഴികളിൽ ഞങ്ങൾ ചെറിയ ബോട്ടിലും സഞ്ചരിച്ചു. ഇത് കല്യാണ പന്തലാണ്. അതായത് അവിടെ പന്തൽ നിർമ്മിക്കാൻ സാധിക്കില്ല, വെള്ളമാണല്ലോ ചുറ്റും. അതിനുവേണ്ടി ഉപയോഗിക്കുന്ന കല്യാണ പന്തലാണ് നമ്മൾ കണ്ടത്. ഇതാണ് നമ്മുടെ ഹൗസ് ബോട്ടിൻ്റെ ഉൾവശം, അതായത് ഞാൻ താമസിച്ച ബെഡ്റൂം. ഇനി നമുക്ക് ഇതിൻ്റെ ഓണറുടെ വാക്കുകളിലേക്ക് കടക്കാം. സാബു ചേട്ടോ, ഇതാണ് നമ്മുടെ ബോട്ടിൻ്റെ ഉടമ. അപ്പോൾ ഇതിനെ കുറിച്ചിട്ട് എന്തൊക്കെയാ പറയാറുള്ളത്? നമ്മളൊരു വൺ ഡേ എങ്ങനെയാണ്, സീസണാണോ? സീസൺ അനുസരിച്ചാണ് നമ്മൾ റേറ്റ് പറയുന്നത്. നമുക്കൊരു 15-ാം തീയതി കഴിയുമ്പോൾ തൊട്ട് അങ്ങോട്ട് തിരക്കാവും എന്നുള്ള പ്രതീക്ഷയാണ്. ഇപ്പം നമുക്ക് ശകലം റേറ്റ് ഓണത്തിന്റെ തിരക്കും ആഗസ്റ്റ് ഒരു 15 കഴിയുമ്പോൾ തിരക്കാണെന്നുള്ളതാണ്. അങ്ങനെയാണ് സാറിന് നേരത്തെ വന്നോണ്ടിരിക്കുന്നത്. ഒരു 6 മാസത്തേക്ക് നമുക്ക് നമ്മുടെ ഒരു ഫിക്സഡ് റേറ്റ് നമുക്ക് വരും. റൂമിന് നമ്മുടെ ബോട്ടിലൊരു 3 ബെഡ്റൂം ഉണ്ട്, 4 ബെഡ്റൂം ടോട്ടൽ അല്ലേ? അപ്പൊ ഈ ഓരോ റൂമിനാണ് റേറ്റ് പറയാനാണ്. നമ്മൾ അന്നേരത്തെ സാഹചര്യം അനുസരിച്ചാണ് റേറ്റ് പറയുന്നത്. ആ സീസൺ പോലെ നമ്മൾ റേറ്റ് പറയുന്നത്. അല്ലാത്തപ്പോ നമ്മള് ചിലപ്പം 4 രൂപ റൂമിന് 4 രൂപയ്ക്ക് കൊടുക്കും, 5 രൂപയ്ക്ക് കൊടുക്കും. ആ റേഞ്ച് പോകും. പിന്നെ സീസൺ പോലിരിക്കും കാര്യങ്ങൾ. എത്ര പേരുണ്ട് നമ്മുടെ ഈ ബോട്ടിൽ എത്ര പേര് അഫോർഡ് ചെയ്യാൻ പറ്റും നമുക്ക് ടോട്ടല്? നമുക്കിപ്പം ഇതേപ്പം ഫാമിലി ആണെങ്കിൽ അവര് പറഞ്ഞപ്പം ഒരു ഫാമിലി വരുമ്പോ ഒരു 10, 15, 20 പേര് വരെ കൊണ്ടുപോകും. അതെ, നമ്മൾ എന്തൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്? അതായത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, നമുക്ക് ഉച്ചയ്ക്ക് നമ്മൾ വരുമ്പോൾ ഒരു വെൽക്കം ഡ്രിങ്ക്സ് കാണും, ഒരു ജ്യൂസ് കൊടുക്കും. അത് കഴിഞ്ഞ് നമ്മൾ ലഞ്ചിന് ഒരു കരിമീൻ വറുത്തത്, സാമ്പാർ, തോരൻ, മെഴുക്കുരട്ടി, അച്ചാറ്, പപ്പടം, സലാഡ്. അടിപൊളി. അത് കഴിഞ്ഞ് നമ്മൾ കൊടുക്കുന്ന 4 മണിക്ക് ചായ, സ്നാക്സ് ഉണ്ടായിരിക്കും. പിന്നെ നൈറ്റ് ചിക്കൻ, ചപ്പാത്തി, ദാൽ, വെജിറ്റബിൾ, ചോറുണ്ടായിരിക്കും. നമ്മൾ കഴിച്ചു, നല്ലതായിരുന്നു. മോർണിംഗ് ഇഡ്ഡലി, സാമ്പാർ, ചട്നി എന്ന് വെക്കുന്നുണ്ട്. പിന്നെ വരുന്ന ആൾക്കാർക്ക് ഫുഡിന്റെ കാര്യത്തിൽ പ്രശ്നം ഉണ്ടാവില്ല. ഇല്ല, ഫുഡിന് നമ്മളെപ്പോഴും അതിൻ്റെ അകത്ത് ഒരു കുറവ് നമ്മൾ വരുത്തത്തില്ല. റേറ്റ് കുറവാണേലും ഫുഡിന്റെ കാര്യത്തിൽ ഒരു ഇത് കാണിക്കില്ല. അപ്പൊ ഞാൻ സാബു ചേട്ടന്റെ കോണ്ടാക്ട് നമ്പർ ഞാൻ ഇതിന്റെ താഴെ കൊടുക്കാം. അപ്പൊ എല്ലാവരും കോണ്ടാക്ട് ചെയ്യുക, വരിക, ആസ്വദിക്കുക. താങ്ക് യു.